പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന് അതിക്രൂര പീഡനങ്ങളെന്ന ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട്. പ്രതികളുടെ മർദ്ദനമുറയും പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്ന പ്രധാന പ്രതി സിൻജോയുടെ ഭീഷണിക്ക് മുൻപിൽ എല്ലാവരും വായടച്ചു നിന്നു. UGCയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് എത്തിയ പേരില്ലാ പരാതികളാണ് ആൾക്കൂട്ട വിചാരണ പുറം ലോകം അറിയാൻ കാരണം. എല്ലാ റിപ്പോർട്ടിലും സമാനതകളില്ലാത്ത ക്രൂരതകളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. കൈവിരൽ നിലത്തു വിടർത്തിവെച്ച് ചവിട്ടിയരച്ചു, നിലവിളി കേട്ടെന്ന് മൊഴിയുണ്ട്, ഭീഷണിയിൽ പേടിച്ചു, ഖണ്ഡനാളത്തിൽ അമർത്തിയതിനെ തുടർന്ന് രൂക്ഷമായ തൊണ്ടവേദനയായിരുന്നു. ദാഹജലം പോലും സിദ്ധാർത്ഥന് കുടിക്കാനായില്ല. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചു. നെഞ്ചത്ത് ചവിട്ടേറ്റ് പിറകോട്ട് തലയടിച്ചു വീണു. കൈവിരൽ നിലത്തും വിടർത്തിവെച്ചു ചെരുപ്പിട്ട കാലുകൊണ്ട് ചവിട്ടിയരച്ചു. ഖണ്ഡനാളത്തിൽ വിരലമർത്തിയായിരുന്നു സിൻജോയുടെ മർമ്മപ്രയോഗം. എവിടെയും പിടിക്കാതെ മുട്ടിൽ നിർത്തിക്കൽ, വേദന കൊണ്ട് പുളഞ്ഞ് നിലത്ത് വീഴുമ്പോൾ കൂട്ടമായി തല്ലും ചവിട്ടും ആക്രോശവും. ഇരുട്ടിൻ്റെ മറവിൽ പ്രതികളുടെ കൊടും ക്രൂരത. 21-ാം നമ്പർ മുറിയിൽ നിന്ന് നിലവിളി കേട്ടെന്ന് മൊഴിയുണ്ട്. വേദന കൊണ്ട് പുളഞ്ഞ സിദ്ധാർത്ഥൻ്റെ കരച്ചിലായിരുന്നു അത്. ശേഷം കോണിപ്പടിയിലൂടെ വലിച്ചിഴച്ച് ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്തേക്ക്. ഉറങ്ങിയവരെ എഴുന്നേൽപ്പിച്ചു. എല്ലാവരും കാണുകെ സമാനതകളില്ലാത്ത ക്രൂരത. ആരും ഒന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും ശ്യാം കൃഷ്ണ എന്ന വിദ്യാർത്ഥിയുടെ താക്കീത്. പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്ന പ്രധാന പ്രതി സിൻജോയുടെ ഭീഷണിയും. അവശനായ സിദ്ധാർത്ഥൻ മൂടിപ്പുതച്ചുറങ്ങി. വെള്ളവും പോലും ഇറക്കാനായില്ല. 18-ന് രാവിലെയും തൊണ്ടവേദനയുള്ളതായി ശ്യാം കൃഷ്ണ, അഖിൽ എന്നിവരോട് സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നു. സിദ്ധാർത്ഥൻ കുളിമുറിയിലേക്ക് പോകുന്നത് കണ്ടത് ഒരു വിദ്യാർത്ഥി മാത്രം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പിന്നെ കണ്ടത് ജീവന്റെ തുടിപ്പറ്റ കുളിമുറിയിൽ തൂങ്ങി നിൽക്കുന്ന സിദ്ധാർത്ഥനെ. 130 വിദ്യാർത്ഥികളുള്ള ഹോസ്റ്റലിൽ മറ്റാരും കണ്ടില്ല എന്ന ചോദ്യം ബാക്കിയാണ്. കൂട്ടത്തിൽ ഒരുവൻ പോലും പ്രതികളെ തടയാത്തതും എല്ലാം കണ്ടുനിന്നതും 3 ദിവസം എല്ലാം മൂടിവെച്ചതും മനുഷ്യത്വരഹിതമായി പോയെന്നാണ് UGCക്ക് നൽകിയ റിപ്പോർട്ടിലെ ഉള്ളടക്കം. അതേസമയം സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറയുന്നത് സിദ്ധാർത്ഥ് മരിച്ചതല്ല, കൊന്നതാണ് എന്നാണ്. അതുകൊണ്ട് CBI അന്വേഷിക്കണമെന്നും പറഞ്ഞു. ഉടൻ തന്നെ കേസ് CBIക്ക് വിടാമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയും CBIക്ക് കേസ് കൈമാറുകയും ചെയ്തു. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് തൂങ്ങി മരിക്കാൻ കഴിയുക എന്നാണ് ഡോക്ടർമാർ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് കേട്ട മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് വിടാമെന്നും പറഞ്ഞുവെന്നും സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറഞ്ഞു. ഇതൊരു മരണമല്ല സാറേ, അന്വേഷിക്കണം, CBI തന്നെ അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് സംശയമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഒരുപാട് സംശയങ്ങളുണ്ട്, ഒരുപാട് തെളിവുകളുമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ അറിയാം എന്തുമാത്രം ക്രൂരതയാണ് എൻ്റെ മകനോട് അവർ കാണിച്ചിരിക്കുന്നത് എന്ന്. അറിയാവുന്ന കുറേ ഡോക്ടർമാരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിച്ചു. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് തൂങ്ങി മരിക്കാൻ കഴിയുക എന്നാണ് ഡോക്ടർമാരും ചോദിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.